ഹലോ ഗൈസേ, അങ്ങനെ ഞങ്ങൾ ക്യാമ്പിനകത്തിരിക്കുമല്ലായിരുന്നു 3-4 ദിവസം. അപ്പം മക്കൾക്കൊക്കെ അങ്ങ് ബോറടിക്കുന്നെന്ന് പറഞ്ഞു, വെളിയിലൊന്ന് കറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം അതിന് ഇന്ന് ശനിയാഴ്ചയിലായിരുന്നു. അപ്പം ഞാനും ചേട്ടായിയും മക്കളും എല്ലാം കൂടെ കൂട്ടി വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാണേ. ഇനിയിപ്പം ഞങ്ങളിപ്പോൾ ട്രാവലിംഗ് ആണ്. ഇനി വെളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ കാണിക്കാവേ. ചേട്ടായിയുടെ ക്യാമ്പ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ചേട്ടായിയാണ്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത സ്ഥലം. ഇതുണ്ടല്ലോ ഗൈസേ, ഇതാണ് എയർ ഷോ നടന്ന എലഗങ്കയിലെ സ്ഥലമേ. ഇവിടെ തന്നെയാണ് ഇപ്പം എയർഫോഴ്സുകാർ ഫ്ലൈറ്റ് ഇതും ജെറ്റൊക്കെ പറപ്പിക്കാൻ ആൾക്കാരെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ 4 കിടപ്പുണ്ട്. ജെറ്റ് 3 ഉണ്ട്, ഹെലികോപ്റ്റർ 4 കിടപ്പുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഇവിടാണ് എയർഫോഴ്സുകാർ. ഞങ്ങളുണ്ട് ഇവിടെ എലഗങ്കയിൽ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നേ. പക്ഷെ നല്ല രസമുണ്ട് ഇവിടുത്തെ ഇതെല്ലാം. ഉണ്ട് ലൈറ്റും, നല്ല രസമാണ്. ഞങ്ങൾ എലഗങ്കയിൽ ഞങ്ങൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണേ. 4 മണിക്ക്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ മലയാളികളുടെയാണ്. ഇവിടെ നല്ല ഓട്ടോയുടെ പടവും നല്ല രസമാണ് കാണാൻ. ഇവിടെ എല്ലാം നല്ലൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടോട്ട് വന്ന് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ പിടിക്കുന്നത്, ഇങ്ങനെ കഴിക്കണം. ഞങ്ങളങ്ങനെ ബാംഗ്ലൂരിലെ ഓറിയോ മാളിൽ അങ്ങനെ വന്നാണേ. ഇപ്പം കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അതിനുശേഷം മാളിനകത്ത് കയറി കഴിയുമ്പം അതിൻ്റെ വിശേഷണം കാര്യങ്ങളും പറയാവേ. ഞങ്ങളങ്ങനെ ഓറിയോ മാളിൽ വന്നേ. എന്ത് രസമാണ് കാണാൻ. ഇതിൻ്റെ ആണെങ്കിൽ ഞങ്ങളിവിടെ വന്നതാണ്. അച്ഛേ 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 നിന്റെ ഞാൻ എടുക്കാൻ വേണ്ട, നീ ഇതുവഴി മാളിനകത്തൂടെ ഞങ്ങളിങ്ങനെ നടക്കുക. ചേട്ടായും പിള്ളേരും കൂടെ ഇങ്ങനെ നടക്കുന്നു. ഞാനിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പിള്ളേരെ കാണിക്കുമായിരുന്നു. अभी अभी
അവിടെ ഇടത്തോട്ട് തിരിയുക എന്നിട്ട് ഇടത്തോട്ട് തിരിയുക.